ഹലോ, ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടോ ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയുന്നതായിരിക്കും എന്താണ് ഉണ്ടാക്കാൻ പോണെന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വാ. അപ്പോൾ ഇതാ കുറച്ച് പഴയ ന്യൂസ് പേപ്പേഴ്സൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ മെനക്കെട്ട് ഒരു കാര്യം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധനമായാലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തുന്ന കാലമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതവിടെ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയും സാറ്റിസ്ഫാക്ഷനൊക്കെ നമ്മൾ പൈസ കൊടുത്തൊരു സാധനം വാങ്ങി വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല അല്ലേ. അതുമാത്രമല്ല നമ്മളുടെ കൈ കൊണ്ട് ചെയ്തു വെച്ചൊരു സാധനമാകുമ്പോൾ നമ്മളത് പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യും അല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പേപ്പറൊക്കെ റോൾ ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവുമല്ലേ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണതെന്ന്. പലരുടെയും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ ചില കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. വേസ്റ്റ് ഓഫ് ടൈമാണ്, ഇതൊക്കെ കാശ് കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കമൻറ്റ്സൊക്കെ കാണാറുണ്ട് കേട്ടോ. ഒരിക്കലും അതൊന്നും വേസ്റ്റ് ഓഫ് ടൈമല്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും പാഷനൊക്കെ അല്ലേ. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഇതാ നമുക്ക് കുറച്ചധികം റോൾസ് ആവശ്യമായിരുന്നു. ഞാനിതാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 റോളോളം ഉണ്ടാക്കിയിട്ടുണ്ട്. 10-11 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമ്മളൊരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. 4 ഫോട്ടോസ് ഒരു റോയിൽ വരുന്ന രീതിയിൽ അങ്ങനത്തെ 3 റോസ്, ടോട്ടൽ 12 ഫോട്ടോസ് വയ്ക്കാൻ പറ്റിയൊരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെച്ചാൽ പോരാ, ഇത് നമുക്കതിലേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് ഗം വെച്ചൊന്ന് ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് തൽക്കാലം ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഗം വെച്ചിട്ട് ഒട്ടിച്ച് അത് നല്ലതുപോലെ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗമ്മ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെറ്റൽ വയറില്ലേ, നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വയറുണ്ടല്ലോ, കമ്പി, അത് വെച്ചിട്ട് ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ എഡ്ജസും നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മാത്രം ചെയ്തിട്ട് ഇതിലേക്ക് ഫോട്ടോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഇതിന് കളർ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മളിതിനെ കളർ ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറാണുള്ളത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ ഈ ബ്രൗണൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പം നമുക്കിത് മുഴുവനായിട്ട് കളർ ചെയ്തെടുക്കാം. ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അധികം വെള്ളം മിക്സ് ചെയ്യാതെ വേണം നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ. ഇപ്പോൾ ഇത് നമുക്ക് ന്യൂസ് പേപ്പറാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും ഒരു ഫ്രെയിമിൻ്റെ ലുക്ക് വരുന്നില്ലേ. ഞാൻ മുൻപിത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ മോളുടെ ഫോട്ടോസ് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഒരു ഫ്രെയിം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു വർഷമായി, ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അതെൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒറ്റ കേടുപാടുമില്ല കേട്ടോ അതിൽ. അതുപോലെ തന്നെ ഞാൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നോ ഇപ്പോഴും അത് അതേപോലെ തന്നെ ഉണ്ട്. കളർ ഫെയ്ഡ് ആവുമോ, എന്താ പറയുക, ഒട്ടിച്ചത് വിട്ടു വരുമോ, ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം അല്ലേ.
അപ്പോൾ ഇതാ നമ്മളുടെ പെയിൻറ്റിങ് ഏതാണ്ട് ഫിനിഷായി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ വുള്ളൻ ത്രെഡ് വെച്ചിട്ടുള്ള സിമ്പിൾ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കുമെന്നും പറഞ്ഞ് ഓവറാക്കാൻ വേണ്ടി ഡെക്കറേഷൻസ് ചെയ്താൽ അതെപ്പോഴും കുളം ആവലാണ് എനിക്ക് പതിവ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ സിമ്പിൾ മതി എന്ന് വിചാരിച്ചു. ഈ പൂവ് നമുക്ക് സാറ്റിൻ റിബൺ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സെയിം രീതിക്ക് തന്നെ സാറ്റിൻ റിബൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വരാം, പല കളറിൽ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടോ അല്ലാതെ പേപ്പർ കട്ടിങ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വെറുതെ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കതിലെല്ലാം ഓരോ വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാത്തിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് കുറച്ച് സമയം മതിയായിരുന്നു. നമ്മളെ വെച്ചാൽ നമ്മൾ തന്നെ ഉണങ്ങിപ്പോവും, പിന്നല്ലേ പെയിൻറ്റ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫോട്ടോ ഫിക്സ് ചെയ്യാം. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നല്ലേ? നമ്മളിത് ഇങ്ങനെ വെച്ച് ഫോട്ടോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് തിരിച്ച് വെച്ച് പുറവശത്താണ് ഫോട്ടോ ഒട്ടിക്കുന്നത്. അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ വെച്ച് സെറ്റായി. ഇനി നമുക്കിത് തിരിച്ചെടുത്ത് വെച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദേ കണ്ടോ, എങ്ങനെയുണ്ട് എൻ്റെ ഫോട്ടോ ഫ്രെയിം? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ബൈ.